ഗായ്സ്, വെൽക്കം ടു കോഫി ബ്രേക്ക്. അപ്പോൾ ഞാനിപ്പോൾ വെക്കേഷനിലാട്ടോ. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ആലോചിച്ചു എന്തെങ്കിലും ഡെലീഷ്യസ് ആയിട്ടാക്കി കഴിക്കാമെന്ന്. അങ്ങനെ ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ ഒരു റെസിപ്പി കണ്ടായിരുന്നു, ഓറഞ്ച് കേക്കിൻ്റെ റെസിപ്പി. അപ്പോൾ അതെന്നെ ആക്കാമെന്ന് ഓർത്തു. പിന്നെ ഞാൻ ആദ്യമായിട്ടാട്ടോ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഇത് സക്സസ് ആവുമെന്ന് അറിയില്ല. സക്സസ് ആയി ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാം, അപ്പോൾ നിങ്ങളെല്ലാം ട്രൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന കേക്കിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം. ആദ്യം തന്നെ ഷുഗർ എടുത്തിട്ടുണ്ട് 1 കപ്പ്. പിന്നെ ഇത് സൺഫ്ലവർ ഓയിലാണ്. പിന്നെ എഗ്ഗ് എടുത്തിട്ടുണ്ട്, ഒരു 3 എഗ്ഗ്. പിന്നെ ഒരു 3 ഓറഞ്ചസ്. പിന്നെ എനിക്ക് കുറച്ച് അലർജീസ് ഉള്ളതുകൊണ്ട് ഞാൻ ലാക്ടോസ് ഫ്രീ മിൽക്കും ഗ്ലൂട്ടൻ ഫ്രീ ഫ്ലോറും ആണ് എടുത്തേക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ ബേക്കിംഗ് സോഡ. ഇത്രയാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്, ഒരു ബൗളിലേക്ക് ഷുഗർ 1 കപ്പ് ഷുഗർ ഇട്ടിട്ട് അതിനകത്തേക്ക് ഓറഞ്ച് പീല് ഗ്രേറ്റ് ചെയ്തിടാം. ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കയ്പാവും, അതുകൊണ്ട് കുറച്ചിട്ടാൽ മതി. അപ്പോൾ ഞാൻ ഓറഞ്ച് ഗ്രേറ്റ് ചെയ്തിട്ടിട്ടുണ്ട് പീല്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിനകത്തേക്ക് 3 എഗ്ഗ് ഇട്ടിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാം. ഇനി നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാം. ഈ ഷുഗർ ഒക്കെ നന്നായിട്ട് അലുത്ത് വരണം, അത്രത്തോളം ബ്ലെൻഡ് ചെയ്യണം. നമ്മൾ ഏറെക്കുറെ ഒരു 3 to 5 മിനിറ്റ്സോളം നല്ലോണം ബ്ലെൻഡ് ചെയ്യണം. അപ്പോൾ ഷുഗറൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഡിസോൾവ് ആവും. എന്നിട്ട് ഏറെക്കുറെ ഈ കൺസിസ്റ്റൻസി നല്ല ക്രീമി പരുവാകുമ്പോൾ മാറ്റി വെച്ചിട്ട് നമുക്കിനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് ഗ്ലൂട്ടൻ ഫ്രീ ഫ്ലോറാണ് എടുത്തേക്കുന്നത്. 2 ഗ്ലാസ് കണക്കിന് ഞാൻ എടുത്തേക്കുന്നത്, കാരണം ഇതേ ഗ്ലാസ്സിലാണ് ഞാൻ ഷുഗർ എടുത്തത്. 1 ഗ്ലാസ്. അപ്പോൾ ഇതിന് 2 ഗ്ലാസ് ഫ്ലോർ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ ഇടുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിനൊരു ഹോമോജീനിയസ് മിക്സ്ചറാണ് നമുക്ക് വേണ്ടത്, അതുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസും വെറ്റ് ഇൻഗ്രീഡിയൻസും മിക്സ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇതിനകത്ത് ഈ ബൗളിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ വലിയ ബൗളിലേക്ക് മാറ്റുന്നത്. ആദ്യം വെറ്റ് ഇൻഗ്രീഡിയൻസ് ഇടും, പിന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കണം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് ഒത്തിരി മിക്സ് ചെയ്യാതിരിക്കാൻ നോക്കാം. അതായത് ഹാൻഡ് ബ്ലെൻഡർ ഉപയോഗിക്കാണ്ട് കൈകൊണ്ട് തന്നെ മാക്സിമം മിക്സ് ചെയ്യാൻ ശ്രമിക്കാം. ഇപ്പോൾ നമ്മൾ വെറ്റ് ഇൻഗ്രീഡിയൻസിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കഴിഞ്ഞു. ഇതിന് ശേഷം നമ്മൾ ഒരു
3/4 കപ്പ് ഓയിൽ ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാം. മാക്സിമം ഒരു ഡയറക്ഷനിലേക്ക് തിരിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ഓയിലൊക്കെ ഒഴിച്ച് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മളിപ്പോൾ ഒരു 1/2 കപ്പ് ഓറഞ്ച് ആദ്യം ഒഴിക്കുന്നുണ്ട്. പിന്നെ ബേക്ക് ആയതിനു ശേഷം കുറച്ച് ഒഴിക്കാനുണ്ട്. അപ്പോൾ ഇതൊരു 2 ഓറഞ്ചാണ് ഞാൻ ബ്ലെൻഡ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതിലൊരു 1/2 കപ്പോളം ഒഴിക്കാം. അതിനുശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. റെഡ് കളർ കാണുമ്പോൾ തന്നെ കൊതിയാവും. അപ്പോൾ ഞാനൊരു ബേക്കിംഗ് പാനിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ച് കുറച്ച് ബട്ടറൊക്കെ സ്പ്രെഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് ഇനി നമ്മൾ റെഡിയാക്കി വെച്ച ബാറ്റർ ഒഴിക്കുക. സിംഗിൾ ബാച്ചായിട്ട് ഒഴിക്കുക അല്ലേ. പിന്നെ നൈസായിട്ടൊന്ന് എയർ ബബിൾ കളയാൻ വേണ്ടിയിട്ട് ടൂത്ത് പിക്ക് വെച്ചിട്ട് നമുക്കിങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഞാനിപ്പോൾ ബട്ടർ മെൽറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അതിനെ ഞാനിങ്ങനെ നടുക്കുന്നൊന്ന് ഒഴിക്കുന്നുണ്ട്. നമുക്കിതിനെ ബേക്ക് ചെയ്തെടുക്കാം. പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 170 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിൽ ഒരു 35 to 40 മിനിറ്റ്സോളം വെച്ച് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ബേക്ക് ചെയ്ത് വെച്ച കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. കേക്ക് എന്തായാലും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കുറേ വിശേഷങ്ങളുമായി കാണുന്നവരെ ബൈ.